90s ജനിച്ചവർക്ക് അറിയുന്ന ഒരു ഫാഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആ കാലത്ത് ഇടയ്ക്ക് വെച്ച് എനിക്ക് തോന്നുന്നു നമുക്കൊരു 12-13 വയസ്സൊക്കെ ആയിരുന്ന സമയത്ത് വെൽവെറ്റ് ഭയങ്കര റെസ്പോൺസ് വന്ന സമയമാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം ലെഹങ്കയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് സാറ്റിൻ ഗോൾഡൻ സ്കേർട്ടും ലെഹങ്ക, അതായത് നമ്മുടെ ഈ ഒരു എന്താ പറയുക ടോപ്പ് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും കിട്ടുക. ഇത് ഈ പേര് പറഞ്ഞു പോയി, അതിൻ്റെ പേരെന്തായിരുന്നു? ബ്ലൗസിൻ്റെ പേരെന്തായിരുന്നു? വെൽവെറ്റ്. പെട്ടെന്ന് കിളിപോയി. വെൽവെറ്റിൻ്റെ നമ്മുടെ ആ ലെഹങ്കയും സ്ലീവൊക്കെ വെച്ചിട്ട് ലെഹങ്കയും നമ്മുടെ സാറ്റിൻ സ്കേർട്ട് ഉണ്ടായിരുന്നു. ഭയങ്കര ഹിറ്റായിരുന്നു ആ കാലത്ത്. എനിക്കൊന്ന് കല്യാണം തൊട്ട് സ്കൂളിലെ ഫംഗ്ഷൻ തൊട്ട് എല്ലാ കൊച്ചുങ്ങളും അത് തന്നെ ഇട്ടുകൊണ്ടിരുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് പിന്നെ ആ വെൽവെറ്റിൻ്റെ സീസണേ പോയി. ഇപ്പോൾ പിന്നെയും വെൽവെറ്റിൻ്റെ സംഭവം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ 90s പെൺകൊച്ചുങ്ങളെല്ലാം ഒന്നുകിൽ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നന്നായിട്ട് കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ പണ്ടാടങ്ങാൻ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുമായിരിക്കും. 90s ആൾക്കാർക്ക് വേണ്ടി മാത്രം പറഞ്ഞൊരു വീഡിയോ. അത് ഭയങ്കര സന്തോഷം ഉണ്ടാകും. കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് സാധനങ്ങൾ പിന്നെയും നമുക്ക് ഓർമ്മ വരുമ്പോഴാണ് ഒന്ന് മൂക്കിൽ കൂടെ പല്ല് വന്നല്ലോ നമ്മൾ ആലോചിക്കും. രണ്ടാമത്തെ കാര്യം ഒരു സന്തോഷമാണ് അത് പിന്നെ കാണുമ്പോഴത്തേക്കും. ഇത് നമ്മുടെ സാറ്റിൻ്റെ ഫാബ്രിക് അല്ല, നമുക്ക് സാരി വരുന്നത് നമ്മുടെ ഗോൾഡൻ ടിഷ്യൂ, ക്രഷ് ടിഷ്യൂ വരാം. ക്രഷ് ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ നല്ല ഫ്ലോയി ആയിട്ട് ഇതേപോലെ ഉടുക്കാൻ പറ്റുന്നൊരു സാരി. ഞാൻ നിങ്ങൾക്ക് പ്ലീറ്റ്സ് എടുത്തുതരാം. ഭയങ്കര ഭംഗിക്ക് ആ ഗോൾഡൻ ആ ഒരു സാരി നല്ല രസമായിട്ട് കിട്ടും. എനിക്ക് ഗോൾഡൻ ടിഷ്യൂ വരുന്ന സമയത്ത് ചില ഫാബ്രിക്കിൽ മീൻസ് ടിഷ്യൂ തന്നെ വരുന്ന സമയത്ത് കുറച്ച് പൊന്തി നിൽക്കുന്ന പോലെ തോന്നും, പപ്പടം പൊട്ടിക്കുന്ന രീതിക്ക്. പക്ഷേ ക്രഷ് ടിഷ്യൂ വന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ഇപ്പോഴത്തെ കാലത്ത് ഉടുക്കാൻ പറ്റുന്നൊരു ഫാബ്രിക് ഉണ്ടാവും. ഇതേപോലെ വരാം. ചെറിയ ബോർഡർ, ഹാൻഡ് മെയ്ഡ് ബോർഡർ ചെയ്തിട്ടുള്ളൂ. 2 സൈഡും ഹാൻഡ് മെയ്ഡ് ബോർഡർ. എന്നിട്ട് ബ്ലൗസാണ് ഇതിൽ ഹിറ്റ്. ഡീപ്പ് വി നെക്കായിട്ടോ, ഇല്ലെങ്കിൽ വിത്ത് സ്ലീവ് തന്നെ സ്റ്റിച്ച് ചെയ്താലും ഭയങ്കര ഭംഗിയാണ്. ഫുൾ ബ്ലൗസ് ഇങ്ങനെയാണ് വരാം. ഫുൾ ബ്ലൗസ് നമ്മുടെ അന്നത്തെ കാലത്തെ അതേ വെൽവെറ്റിനകത്ത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഡീറ്റെയിലിംഗ് സ്ലീവ് പോർഷൻ ഇട്ട് നിങ്ങൾക്ക് ക്യാപ് സ്ലീവ് ആണെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. ഭയങ്കര ഭംഗിക്ക് ഇതേപോലെ ആയിരിക്കും ഇരിക്കാം. അപ്പോൾ 90s ആൾക്കാർ മുഖിക്കൂടെ പല്ലൊന്നും വന്നിട്ടില്ല നമുക്കൊന്നും. നമ്മളിപ്പോഴും കൊച്ചു പെണ്ണുങ്ങൾ തന്നെയാണ്, നാട്ടുകാർ പറഞ്ഞാലും ഇല്ലെങ്കിലും. ഈ ഇടയ്ക്ക് പുതിയ ഫ്ലാറ്റ് മാറിയപ്പോൾ അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നേ. എൻ്റെ തോന്നിട്ട് എനിക്ക് 2 മക്കളുണ്ടല്ലോ. അപ്പോൾ അവർ കളിക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, ആൻറ്റി എങ്ങനെ ആൻറ്റിയോ എങ്ങനെ തിരിച്ചൊക്കെ ചോദിക്കും. എൻ്റെ അമ്മ വല്ലതും ബാക്കി ഇരുന്നുള്ള കൊച്ചുങ്ങൾ വിളിക്കുന്നത്. ചോദിക്കും ആൻറ്റി ബാബ ഉറങ്ങിയോ? അപ്പോൾ എനിക്ക് ആ റിയാലിറ്റി മനസ്സിലായി. രമണ 35-40 വയസ്സായി, കുട്ടികളൊക്കെ അക്നോളജ് ചെയ്യുന്ന ആൻറ്റി ആയിട്ടാണ്, പണ്ടത്തെ പോലെ ചേച്ചിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതാണ് സാരി. ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടി അവൈലബിൾ ആണ്, ബ്ലാക്ക്. അപ്പോൾ ഞാൻ വെച്ചാൽ ബ്ലാക്ക് ഷുവർ ഷോട്ടാണ് സെല് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഷെയ്ഡ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചാലേ മനസ്സിലാവും എത്ര ഭംഗിയുണ്ടെന്ന്. അപ്പോൾ ഇതാണ് സംഭവം. ക്ലോസ് നെക്ക് ചെയ്യാം, ഫുൾ ഓൺ വൈഡായിട്ട് കുട്ടി ക്യാപ് സ്ലീവായിട്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ്. 2 കളറേ ഉള്ളൂ, ബ്ലാക്ക്